ഹായ് എവരി വൺ, വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. അപ്പോൾ നമ്മളിന്ന് ബേസിക് സയൻസിൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും, 5th സ്റ്റാൻഡേർഡിലുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടിയുള്ള ഒരു വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി എക്സാമിന് വേണ്ടി ബേസിക് സയൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാകും, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. പക്ഷേ എക്സാമിന് അവസാനം വരുമ്പോൾ അല്ലെ, ഒരു ഫൈനൽ ആയി ഉറപ്പിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യങ്ങളൊക്കെ നമ്മൾ നോക്കണം അല്ലേ. എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റൻസ് ഏതൊക്കെയാണ് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എക്സാമിന് പോകാൻ. അപ്പോൾ ആദ്യം നിങ്ങൾക്കൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഫുൾ മാർക്സ് വേണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾ എക്സാമിന് ഫുൾ മാർക്സ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കയ്യിൽ ബേസിക് സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കില്ലേ, ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏറ്റവും അവസാനം, അതായത് ഓരോ ചാപ്റ്ററിൻ്റെയും എൻഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ ക്വസ്റ്റ്യൻസ് കാണില്ലേ. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചാപ്റ്റർ പഠിച്ച് കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻസ് എന്തായാലും ചെയ്ത് നോക്കണം. ജസ്റ്റ് വായിച്ച് നോക്കിയാൽ പോരാ, എല്ലാത്തിനും ഇരുന്ന് എഴുതി നോക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഫുൾ മാർക്സ് കിട്ടും. എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ആ ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഓരോ ചാപ്റ്ററിനെയും ബാക്കിലുണ്ടാവും. നിങ്ങൾ ടീച്ചേഴ്സ് ആണെങ്കിലും ക്വസ്റ്റ്യൻസ് ഇടുമ്പോഴൊക്കെ ആ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ടൊക്കെയാണ് ചോദ്യം ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യും, എല്ലാ ക്വസ്റ്റ്യൻസും എക്സാമിന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും. അതേപോലെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോലുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഫുൾ മാർക്സ് കിട്ടും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾ ഇങ്ങനെയും കൂടി ചെയ്താൽ നിങ്ങൾക്ക് നല്ല മാർക്സ് കിട്ടുകയും നല്ല ഫുൾ മാർക്സ് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യല്ല ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറച്ച് ഏരിയാസ് ഡിസ്കസ് ചെയ്ത് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്, എങ്ങനെയൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലുള്ള ചോദ്യം അതേപോലെ വരുന്നോ അല്ലെങ്കിൽ ഇത് മാത്രമേ വരൂ എന്നല്ല നമ്മൾ പറയുന്നത്, മറിച്ച് ഇത് നിങ്ങൾ പഠിച്ചാൽ, ഇത് നിങ്ങൾ നോക്കിയാൽ, ഇത് പിന്നെ ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് അതിനെ ആൻസർ ചെയ്യേണ്ടത് എന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ കുറച്ചുകൂടി എളുപ്പമാവുകയും നിങ്ങൾക്ക് നല്ല മാർക്സ് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ, നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ എന്താണ്? ഒബ്സർവ് ദ പിക്ചർ ഓഫ് എ ബട്ടർഫ്ലൈ പാർക്ക്. ഒരു ബട്ടർഫ്ലൈ പാർക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതാ അതിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു 2 കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇങ്ങനെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ സംഭവം, എന്താ ഈ ചിത്രം ഇങ്ങനെ നോക്കിയിരിക്കാനാണോ? അല്ല, അതിൻ്റെ താഴെ ഉള്ളത് നമ്മൾ വായിച്ചു നോക്കാം. വൈൽ പ്ലേയിങ് എ ചൈൽഡ് ട്രൈ ടു ഡിസ്ട്രോയ് ദ വേംസ് ആൻഡ് എഗ് ഓൺ ലീവ്സ്. അതായത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ അവിടെയുള്ള ബട്ടർഫ്ലൈ പാർക്കിൽ ഒരുപാട് ചെടികളുണ്ട് അല്ലേ. ആ ചെടികളിലൊക്കെ കുറേ പുഴുക്കളെ പോലെ എന്താ വേംസും അതുപോലെ എഗ്ഗും ഒക്കെ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കുട്ടി വിചാരിച്ചേ എന്താ അത്, നല്ല ബട്ടർഫ്ലൈ പാർക്ക്, നല്ല രസമുള്ള ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ട്, അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ പിന്നെ വേംസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ വേംസിനൊക്കെ നശിപ്പിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, ആ കുട്ടി അതിനൊക്കെ നശിപ്പിക്കാൻ തുടങ്ങി. കണ്ടില്ലേ, ഈ കുട്ടി ഇങ്ങനെ നശിപ്പിക്കുന്ന കണ്ടില്ലേ, വേംസിനൊക്കെ നശിപ്പിക്കുക. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. ദ അതർ ചൈൽഡ് സ്റ്റോപ്പ് ഹിം. അപ്പോൾ മറ്റേ ചൈൽഡ് എന്ത് ചെയ്തു, അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് ആ വേംസിനെ കൊല്ലരുത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, വേംസിനെ കൊല്ലുന്നല്ലേ നല്ലത്? എന്തിനാണ് ഈ കുറേ പുഴുക്കളൊക്കെ അല്ലേ, അതിനെ കൊല്ലുന്നതാണോ നല്ലത്? എന്തായിരിക്കും, അതാണ് ചോദ്യം അല്ലേ. വൈ ഡിഡ് ദ ഗേൾ പ്രിവെൻറ്റ് ദ ബോയ് ഫ്രം ഡിസ്ട്രോയിങ് ദ വേംസ്. എന്തുകൊണ്ടാണ് ആ ഗേള് ആ ബോയിനെ, വേംസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞത്, അത് ചെയ്യണ്ടെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? വാട്ട് ഹാപ്പൻ ഇഫ് ദ വേംസ് ആർ ഡിസ്ട്രോയ്ഡ്. വേംസ് ഡിസ്ട്രോയിഡ് ആയാൽ എന്താ സംഭവിക്കുക? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. നിങ്ങൾക്ക് എന്തായിരിക്കും ആൻസർ ചെയ്യാൻ പറ്റുക, നിങ്ങൾ എങ്ങനെയായിരിക്കും ആൻസർ ചെയ്യുക? ഇത് ഞാൻ പറയുന്നത് ഇതുപോലെയാണ് ക്വസ്റ്റ്യൻസ് വരിക. എങ്ങനെയായിരിക്കും നിങ്ങൾ ആൻസർ ചെയ്യുക? ആ വേംസ് എന്തിനാണ് വെറുതെ കുറേ പുഴുക്കൾ, അതിനൊക്കെ നശിപ്പിച്ച് കളയാം എന്നാണോ നമ്മൾ വിചാരിക്കുക? അല്ല, ഇത് ആദ്യം പറഞ്ഞിട്ട് ബട്ടർഫ്ലൈ പാർക്കാണ് അല്ലേ. ബട്ടർഫ്ലൈ പാർക്കിലുള്ള വേംസും എഗ്ഗും ഒക്കെ എന്തിൻ്റെ വേംസും എന്തിൻ്റെ പിന്നെ എഗ്ഗും ആയിരിക്കും? നമുക്കറിയാം ബട്ടർഫ്ലൈസ് എങ്ങനെ ഉണ്ടാവുക, എഗ്ഗ് അല്ലേ. ബാക്കി ആ സ്റ്റേജൊക്കെ നമുക്കറിയില്ലേ, വേംസിനെ പോലെ ഉണ്ടാവുക അല്ലേ. ആ വേംസ് ആണ് പിന്നെ ബട്ടർഫ്ലൈസ് ആയി മാറുക. അപ്പോൾ എന്തിനാണ് ഗേള് പ്രിവെൻറ്റ് ചെയ്തത്? കാരണം ആ വേംസും ആ എഗ്ഗും ഒക്കെ പിന്നെ ബട്ടർഫ്ലൈ ആവേണ്ടതാണ് അല്ലേ. അങ്ങനെ അതിനൊക്കെ നശിപ്പിച്ച് പോയാൽ പിന്നെ ബട്ടർഫ്ലൈസ് ഉണ്ടാവില്ല ആ പാർക്കിൽ അല്ലേ. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ആ ഗേൾ അതിനെ തടഞ്ഞത്. സ്റ്റോപ്പ് ദ ബോയ് ബിക്കോസ് ദർ വിൽ ബി നോ ബട്ടർഫ്ലൈസ് ലെഫ്റ്റ് if the worms and eggs are destroyed, right? ഇനി രണ്ടാമത്തെ ചോദ്യം, what happens if the worms are destroyed? What happens, എന്താ സംഭവിക്കുക? നമുക്കറിയാം വേംസ് ഡിസ്ട്രോയിഡ് ആയാൽ there will be no butterflies. അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, the stages of growth of a butterfly is given below.
ഒരു ബട്ടർഫ്ലൈൻ്റെ ഗ്രോത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ദ സ്റ്റേജസ് ഇൻ പ്രോപ്പർ ഓർഡർ. ഇതിനെ ഒരു പ്രോപ്പർ ഓർഡർ ആയിട്ട് ആ സ്റ്റേജസ് എഴുതാം. ഇവിടെ ഒരു കുറേ എഗ്സ് പോലെ എന്തോ സംഭവം ഉണ്ട്, പിന്നെ വേറെന്തോ ഒരു സാധനം ഉണ്ട്, പിന്നെ ഒരു വേം ഉണ്ട്, പിന്നെ ഒരു ബട്ടർഫ്ലൈ ഉണ്ട്. അപ്പോൾ എന്താണിത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ സ്റ്റേജസ് ഏതൊക്കെയാണ്? ആദ്യം എഗ്ഗ്, പിന്നെ ലാർവ, പിന്നെ പ്യൂപ്പ, പിന്നെ അഡൽട്ട് ബട്ടർഫ്ലൈ അല്ലേ? അപ്പോൾ ഇതാണ് അതിൻ്റെ സ്റ്റേജസ്. അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ചൊന്ന് ആലോചിച്ചിട്ട് ആൻസർ ചെയ്യേണ്ടത്. റൈറ്റ്? ഓക്കെ, അടുത്തൊരു ചോദ്യം. ഇൻ എ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ സം പേഴ്സൺസ് അഫക്റ്റഡ് വിത്ത് ദ ഫോളോയിങ് ഡിസീസസ് ആർ അഡ്മിറ്റഡ്. അതായത് ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഉള്ള ചെറിയ ചെറിയ ഹെൽത്ത് സെൻറ്റേഴ്സ് ഉണ്ടാവും അല്ലേ? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, പ്രൈമറി ഹെൽത്ത് സെൻറ്റർ എന്നൊക്കെ പറയും. അവിടെ കൺജങ്ക്റ്റിവൈറ്റിസ്, ട്യൂബർക്കുലോസിസ്, ഫൈലേറിയാസിസ്, ലെപ്രസി, സ്കേബീസ്, അതുപോലെ ചിക്കൻ ഗുനിയ, കോമൺ കോൾഡ്, ഇതൊക്കെ ഉള്ള ആൾക്കാർ എന്ത് ചെയ്തു? അഡ്മിറ്റ് ചെയ്തു. The precautions taken by doctors and staff in a hospital who treat the above mentioned patients are given below. Complete the table. അതായത് അവിടെയുള്ള ഡോക്ടേഴ്സും നേഴ്സും ഒക്കെ എന്ത് ചെയ്തു? ചില ആൾക്കാർ വിയർ മാസ്ക്, വിയർ ഗ്ലാസസ്, വിയർ ഗ്ലൗസ്, യൂസ് മോസ്കിറ്റോ ബാറ്റ്, ഇതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ഏത് ഡിസീസിനെതിരായിട്ടാണ് ഈ പ്രിക്കോഷൻസ് എടുക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഞാൻ കുറച്ചെണ്ണം ഞാൻ എഴുതാം, നിങ്ങൾ ബാക്കി കമൻറ്റിൽ എഴുതണം. ഓക്കെ, ഒന്നാമത്തത് വിയർ മാസ്ക് വിയർ ചെയ്യുക അല്ലേ? മാസ്ക് വിയർ ചെയ്യുന്നതിന് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയില്ല, കോവിഡിൻ്റെ സമയത്ത് എല്ലാവരും മാസ്ക് ഇട്ടിരുന്നു. എന്തുകൊണ്ടാണ്? കോവിഡ് എയറിലൂടെ സ്പ്രെഡ് ചെയ്യുന്നതാണ് അല്ലേ? എയറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസിന് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? മാസ്ക് ഇടും. അപ്പോൾ ഏതായിരിക്കും എയറിലൂടെ സ്പ്രെഡ് ചെയ്യുന്നത്? ഒന്ന് കോമൺ കോൾഡ് അല്ലേ? കോമൺ കോൾഡ്, അതുപോലെ ട്യൂബർക്കുലോസിസ്, ഇതൊക്കെ അതിനുള്ള എക്സാമ്പിളാണ്. അപ്പോൾ അങ്ങനെയുള്ള എക്സാമ്പിൾസ് ഒക്കെ അവിടെ എഴുതാം. വിയർ ഗ്ലാസസ്, നമുക്ക് എപ്പോഴാണ് ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ട് വരേണ്ടി വരിക? നമുക്കറിയാം കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഡ് ഐ അല്ലേ? നമ്മുടെ കണ്ണൊക്കെ ചുവപ്പ് കളറാവുന്ന ആ ഡിസീസ് എല്ലാവർക്കും അറിയില്ലേ? കൺജങ്ക്റ്റിവൈറ്റിസ്. അപ്പോൾ അത് തടയാൻ നമ്മൾ എന്ത് ചെയ്യും? ഗ്ലാസും ഉപയോഗിക്കും. അതുപോലെ വിയർ ഗ്ലൗസ്, യൂസ് മോസ്കിറ്റോ ബാറ്റ്, ഇതൊക്കെ ഏതിനാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഗ്ലൗസ് ഏതിനാണ് ഇടുക എന്നുള്ളത് നിങ്ങൾ എഴുതുക, മോസ്കിറ്റോ ബാറ്റ് ഏതിനാണെന്നുള്ളത് നിങ്ങൾ എഴുതുക. ഫോർ എക്സാമ്പിൾ മൊസ്കിറ്റോ ബാറ്റ് എന്തിനായിരിക്കും? ഈ മോസ്കിറ്റോസ് വഴി പകരുന്ന രോഗങ്ങളെ തടയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മോസ്കിറ്റോസ് വഴി പകരുന്ന രോഗം ഏതാ? നമുക്കറിയാം ചിക്കൻ ഗുനിയ ഉണ്ട്, ഫൈലേറിയാസിസ്, അതൊക്കെ അതിലെഴുതാം. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രം. അപ്പോൾ ഗ്ലൗസ് ഉപയോഗിച്ച് നമ്മൾ തടയുന്ന രോഗങ്ങൾ ഏതൊക്കെയായിരിക്കും മേലെ ഉള്ളതിൽ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതുക. ഓക്കെ. The health department officials visited the place where a person was hospitalized due to dengue fever. ഡെങ്കിപ്പനി കാരണം ഡെങ്കിപ്പനി വന്ന ഒരു സ്ഥലത്തേക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ പോയി. റൈറ്റ് സജഷൻസ് ദേ വിൽ ഗിവ് ടു പ്രിവെൻറ്റ് ദ സ്പ്രെഡിങ് ഓഫ് ദ ഡിസീസ്. റൈറ്റ് എനി ടു. അപ്പോൾ അത് സ്പ്രെഡിങ് ഓഫ് ദ ഡിസീസ് തടയാൻ വേണ്ടി അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയുക എന്നുള്ളത് സജഷൻസ് ആണ്, പറയുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഡെങ്കിപ്പനി തടയാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുക? ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുക്കുകയാണ്. ഇതേപോലെ നിങ്ങൾ എഴുതണം എന്നല്ല, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഓൾറെഡി ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ എലിമിനേറ്റഡ് ദ സ്റ്റാൻഡിങ് വാട്ടർ, കെട്ടി നിൽക്കുന്ന വെള്ളം എലിമിനേറ്റ് ചെയ്യുക. കവർ വേസ്റ്റ് സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ്, വേസ്റ്റ് സ്റ്റോറേജ് കണ്ടെയ്നേഴ്സൊക്കെ മൂടി വെക്കുക അല്ലേ? അവിടെയൊക്കെ വെള്ളം കെട്ടി വെക്കുമ്പോഴാണ് മൊസ്കിറ്റോ ഉണ്ടാവുക. യൂസ് മൊസ്കിറ്റോ റിപ്പല്ലൻറ്റ്, അതുപോലെ തന്നെ വിയർ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്, അതുപോലെ തന്നെ പിന്നെ കൊതുക് വല ഉപയോഗിക്കുക. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും അല്ലേ? ഇങ്ങനെയുള്ള ഏതെങ്കിലും 2 എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചോദ്യം വരും. അപ്പോൾ ജസ്റ്റ് പിന്നെ ഹൗ ഡു വി പ്രിവെൻറ്റ് ഡെങ്കി ഫീവർ എന്ന് പറഞ്ഞിട്ടല്ല ചോദ്യം വരിക. ഇതുപോലെ ഒരു ഹെൽത്ത് ഒഫീഷ്യൽസ് ഡെങ്കിപ്പനിയുള്ള സ്ഥലത്തേക്ക് പോയി, അപ്പോൾ അവരെന്തൊക്കെയായിരിക്കും പറയുക? ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം. ആൻസർ സെയിം തന്നെയാണ്, പക്ഷേ എന്താണ് ഇങ്ങനെയൊക്കെ ചോദ്യം വരും, നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഓക്കെ, അടുത്തൊരു ചോദ്യം. ടീച്ചർ ഗിവ്സ് എ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ ഹെൽത്ത് കെയർ. ഷീ മെൻഷൻ ഡിസീസസ് ഗിവൺ ബിലോ. ടീച്ചർ എന്ത് ചെയ്തു? ഈ ഡിസീസസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ക്യാൻസർ, കോമൺ കോൾഡ്, ഹാർട്ട് ഡിസീസ്, കൺജങ്ക്റ്റിവൈറ്റിസ്, ഡയബറ്റീസ്, സ്റ്റൊമക്ക് ഏക്ക്, ഡെങ്കി ഫീവർ, ലെപ്രസി, ഇതൊക്കെ പറഞ്ഞു. ഓക്കെ, ഗ്രൂപ്പ് ദം അപ്രോപ്രിയേറ്റ്ലി. ഇതിനെ 2 ഗ്രൂപ്പാക്കി, അല്ലെങ്കിൽ അതിനെ എത്രയാണോ ഗ്രൂപ്പാക്കാൻ പറ്റുക അതിനെ ഗ്രൂപ്പാക്കി എഴുതാമെന്നാണ് പറഞ്ഞത്. ഇതിൽ നമുക്കറിയാം ക്യാൻസർ, അതുപോലെ ഹാർട്ട് ഡിസീസ്, ഡയബറ്റിസ്, സ്റ്റൊമക്ക് ഏക്ക്, ഇതൊക്കെ എന്താണ്? ഇതൊന്നും പകരാത്ത രോഗങ്ങൾ, നോൺ ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് ആണ് അല്ലേ? പക്ഷേ കോമൺ കോൾഡ്, കൺജങ്ക്റ്റിവൈറ്റിസ്, ഡെങ്കി ഫീവർ, ലെപ്രസി, ഇതൊക്കെ എന്ത് ചെയ്യും? ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് പകരുന്നതാണ്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ഡിസീസ് ഉണ്ട് നമുക്ക് മനസ്സിലായി അല്ലേ? അതിനെ 2 ടൈപ്പായി നമുക്ക് എഴുതിക്കൂടെ അല്ലേ? ഇനി ഹൗ ഡസ് കൺജങ്ക്റ്റിവൈറ്റിസ് സ്പ്രെഡ്? എങ്ങനെയാണ് കൺജങ്ക്റ്റിവൈറ്റിസ് സ്പ്രെഡ് ആവുക? നമുക്കറിയാം അല്ലേ? നമുക്ക് ആ ഒരു
കണ്ണ് രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലുള്ള ഫ്ലൂയിഡ്സ് നമ്മൾ എവിടെയെങ്കിലും തൊട്ട് ആ സ്ഥലത്ത് തൊട്ടിട്ട് വേറെ ആളാരെങ്കിലും അവരുടെ കണ്ണിലേക്ക് എത്തിച്ചാൽ എന്ത് ചെയ്യും, അങ്ങനെയാണ് പകരുക അല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മോഡ് ഓഫ് സ്പ്രെഡ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, മെനി പീപ്പിൾ ഡൈ ഡ്യൂ ടു കോണ്ടേജിയസ് ഡിസീസസ് സ്പ്രെഡ് ബൈ മൈക്രോ ഓർഗാനിസംസ്. കോണ്ടേജിയസ് ഡിസീസസ് അല്ലേ, പലതരത്തിൽ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസ് കാരണം പല ആൾക്കാരും മരിക്കുന്നുണ്ട്. സം മൈക്രോ ഓർഗാനിസം ആർ വെരി യൂസ്ഫുൾ. ചില മൈക്രോ ഓർഗാനിസംസ് ഭയങ്കര യൂസ്ഫുൾ ആണ്. റൈറ്റ് ടു എക്സാമ്പിൾസ് ഓഫ് ഹെൽപ്ഫുൾ മൈക്രോ ഓർഗാനിസം. ഹെൽപ്ഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിൻ്റെ പേര് എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് മൈക്രോ ഓർഗാനിസംസ് ബാക്ടീരിയ ആണെങ്കിലൊക്കെ ചിലതൊക്കെ ഭയങ്കര നല്ല ബാക്ടീരിയകൾ ഉണ്ട് അല്ലേ, നമുക്ക് ഉപകാരം ചെയ്യുന്ന ബാക്ടീരിയ ഉണ്ട്. ഉദാഹരണത്തിന് ഏതാ, ഇപ്പം ലാക്ടോബാസിലസ് അല്ലേ. ലാക്ടോബാസിലസ് എന്താണ്, നമ്മുടെ മിൽക്ക് കേടാക്കാൻ സഹായിക്കുന്ന, കേട് മീൻസ് തൈരാക്കാൻ സഹായിക്കുന്ന ബാക്ടീരിയ, അതൊരു എക്സാമ്പിളാണ്. റൈസോബിയം ബാക്ടീരിയ നമ്മുടെ പ്ലാന്റ്സിനൊക്കെ സഹായിക്കുന്ന, നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന, അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, ഹാംഫുൾ ആയിട്ടുള്ള നമുക്ക് രോഗം ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അത് രണ്ടിനെയും എന്ത് ചെയ്യുക, ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ഹ്യൂജ് ഡിപ്ലീഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഒക്കേഴ്സ് ഡ്യൂ ടു ഇർറാഷണൽ ഇൻ്റർഫറൻസ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. റൈറ്റ് എനി 2 എക്സാമ്പിൾസ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ഡിസ്ട്രോയ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി തകർക്കുന്ന ഹ്യൂമൻ ആക്ടിവിറ്റീസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയായിരിക്കും? ഒന്ന്, ഡീഫോറസ്റ്റേഷൻ അല്ലേ. ഡീഫോറസ്റ്റേഷൻ എന്താ, മരങ്ങളൊക്കെ മുറിച്ച് കളയുന്ന ഒരവസ്ഥ അല്ലേ. അതേപോലെ തന്നെ ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണം ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ചോദ്യം വരുന്നു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. റൈറ്റ് എനി 2 ആക്ടിവിറ്റീസ് ദാറ്റ് ക്യാൻ ബി ഡൺ ടു പ്രൊട്ടക്ട് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യുക, റീഫോറസ്റ്റേഷൻ അല്ലെങ്കിൽ പ്ലാന്റിങ് മോർ ട്രീസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി കൺസേർവ് ചെയ്യാൻ വേണ്ടി പിന്നെ മരങ്ങൾ നശിപ്പിക്കാതിരിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. നെയിം ഓർഗാനിസം ദാറ്റ് ഫേസസ് ത്രെറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ ത്രെറ്റ് ഫേസ് ചെയ്യുന്ന ഓർഗാനിസംസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാം. ഇനി ദ ചിൽഡ്രൻ, ഇത് നിങ്ങളൊന്ന് ആൻസർ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ദ ചിൽഡ്രൻ സോ സം ക്രീച്ചേഴ്സ് ഇൻ ദ സൂവിൽ പോയപ്പോൾ അവരിതൊക്കെ കണ്ടു. ഓക്കെ, ക്ലാസിഫൈ ദ ബേസ്ഡ് ഓൺ ദ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. അതിൻ്റെ നമ്മൾ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ, അതിൻ്റെ ബേസിൽ അതിനെ ക്ലാസിഫൈ ചെയ്യുക. ഇവിടെ എന്തുണ്ട്, പലതരത്തിലുള്ള ബിയറും എലിഫൻറ്റും അത് ഡിയറും അതുപോലെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്, മുട്ടയിടുന്നതും അതുപോലെ പിന്നെ കുട്ടികളെ പ്രസവിക്കുന്നതൊക്കെ ആയിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം. അതുപോലെ തന്നെ ലേ എഗ് ചെയ്യുന്നത്, ഗിവ് ബർത്ത് ടു യങ് വൺസ്, പ്രസൻസ് ഓഫ് പിന്ന, ആബ്സെൻസ് ഓഫ് പിന്ന, ഹെയർ ഓൺ ദ ബോഡി, ഇതൊക്കെ ഉള്ള ഓരോന്നിനെയും നിങ്ങൾ എഴുതുക എന്നാണ് പറഞ്ഞത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ ഒറ്റ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നിർബന്ധമായി നിങ്ങൾ കമൻറ്റിൽ എഴുതേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നെയിം ആൻ എഗ് ലേയിങ് മാമൽ. നമ്മൾ പറയാം മാമൽസ് എന്ന് പറഞ്ഞാൽ പൊതുവെ പ്രസവിക്കുന്നതിനെയാണ് അല്ലേ, പ്രസവിക്കുന്നതാണ് മാമൽസ്. അതിൽ ചിലത് മാത്രം എഗ് ലേയിങ് ആയിട്ടുള്ള മാമൽ ഉണ്ട്. അതിൻ്റെ എക്സാമ്പിൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കമൻറ്റിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനൊരു ക്ലൂ തരാം, പി കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പി കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പി കൊണ്ട് തുടങ്ങുന്ന എഗ് ലേയിങ് മാമൽ. ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത് ചിലപ്പോഴൊക്കെ എക്സാമിൽ റിപ്പീറ്റഡായി ചോദിക്കാറുണ്ട്. എഗ് ലേയിങ് മാമൽ ഏതാണ്, നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചതായതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നിർബന്ധമായും കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. എഗ് ലേയിങ് മാമൽ, ആൻസർ സ്റ്റാർട്ട്സ് വിത്ത് പി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയുമോ എന്ന് നോക്കാം. അതല്ലാത്ത വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത് ഇത് മാത്രമേ വരുമെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും എന്ന് മനസ്സിലാക്കാനും ഈ ഏരിയാസ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുമെന്ന് മനസ്സിലാക്കി ആ ഏരിയാസ് കൂടി പഠിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ പോവുക. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം. എക്സാം കഴിഞ്ഞ് വന്നിട്ട് നിർബന്ധമായിട്ട് പറയണം കേട്ടോ, ഇതൊക്കെ ഉപകാരപ്പെട്ടോ എന്ന് പറയണം. ടെക്സ്റ്റ് ബുക്കിൻ്റെ അവസാനമുള്ള ഓരോ ചാപ്റ്ററിൻ്റെ അവസാനമുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.